ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റിയുടെ കൈപ്പുണ്യം. ഈ ചിക്കനാണ് നമ്മൾ വെക്കാൻ പോണത്. ഇത് ന്യൂ ഇയറിന് നിങ്ങൾ ഇത് വെച്ചാൽ മതി. ജീവൻ ഇങ്ങനെ കാണുമ്പോ ജീവനില്ലാത്ത പോലെയൊക്കെ തോന്നും, പക്ഷെ ജീവന് ഭയങ്കര ജീവനാണ്. വന്നപ്പോഴേക്ക് എനിക്കൊരു പേര് കിട്ടി, ഞാൻ പറയണില്ല. രമണി. ഇവനിട്ട പേരാണ് സുഗുണൻ. പച്ചമുളക് ഇതിൽ ഉപയോഗിക്കില്ല. വേപ്പിന്റെ അല്ല വേണമെങ്കിൽ മതി. ഇവിടെ വന്നിട്ട് പറയും വെറുതെ മാറ്റിക്കരുത്. അപ്പൊ ശരി, ഞാൻ ആവുമ്പോ വിളിക്കാട്ടാ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമയം വൈകുന്നേരം 8 മണി സമയമാണ്. ഇവർ രണ്ടുപേരാണ് പാചകം ചെയ്യുന്നത്. സരിതയാണ് കൂടുതൽ. സരിത അപ്പുറത്തുള്ള ഞാൻ അവതരിപ്പിക്കും. ക്രിസ്റ്റിയാണോ ഒക്കെ ചെയ്യാ. ഇതാണ് ക്രിസ്റ്റീനെ പരിചയപ്പെടുത്താം. നമ്മള് ഓണത്തിന്റെ ഞങ്ങളുടെ അധോലോകം ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതില് ചേട്ടൻ ഇവിടെ നിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ വരും. ചേട്ടനെ വരുത്തുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ അധോലോകത്തിന്റെ ഓണം സെലിബ്രേഷൻ കൂടിയപ്പോ ഞാൻ ആ സമയത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതോ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ടായിരുന്നു. ക്രിസ്റ്റി, റിൻഡന്റെ ഭാര്യ ക്രിസ്റ്റി. റിൻഡൻ മുന്നേ നമ്മുടെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ പുറത്തു പോയിക്കാണ് ചിലപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ആളെത്തും അല്ലേ. അപ്പൊ റിൻഡനെയും പിള്ളേരെയും ഒക്കെ പരിചയപ്പെടാട്ടാ. അപ്പോ റിൻഡന്റെ ഭാര്യയാണ് ക്രിസ്റ്റി. ഇവരെ വീട് വെള്ളാങ്കല്ലൂരാണ്. അപ്പോ ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റിയുടെ കൈപ്പുണ്യം ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അന്ന് ഉണ്ടാക്കിയ ചിക്കൻ കറി, മീൻ കറി, ഞാൻ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വർണ്ണിക്കണത് കേട്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. അന്ന് കമന്റ്സ് വന്നിരുന്നു ക്രിസ്റ്റി ഉണ്ടാക്കിയ ആ ചിക്കൻ റോസ്റ്റും മീൻകറിയൊക്കെ വെക്കാൻ പറഞ്ഞിട്ട്. പിന്നെ അന്ന് പോയ ക്രിസ്റ്റി പിന്നെ വന്നത് ഇപ്പോഴാണ്. ക്രിസ്മസ് സെലിബ്രേഷന് ഞങ്ങളിവിടെ കൂടിയപ്പോഴാണ് വന്നത്. അപ്പൊ വന്നപ്പോ ഞാൻ പറഞ്ഞു ഈ രണ്ട് സാധനം ഉണ്ടാക്കാണ്ട് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഒരു ചിക്കൻ എന്താ പറയാ ചേട്ടാ, പെട്ടെന്ന് ഞാൻ പ്രത്യക്ഷപ്പെട്ടു. 2,700 ചിക്കന്റെ തൂക്കണ്ടായത് കോഴി മുഴുവനായിട്ട്. അത് പപ്പും തോലും ഒക്കെ കളഞ്ഞപ്പോ ഒരു 2 കിലോന്റെ അടുത്ത് ഉണ്ടാവും വിചാരിക്കും. 700 ഗ്രാം പോയിന്റ്. ഈ ചിക്കനാണ് നമ്മൾ വെക്കാൻ പോണത്. ഇത് ന്യൂ ഇയറിന് നിങ്ങൾ ഇത് വെച്ചാൽ മതി. ഞാനാ പറയണത്, ഇത് വെച്ചാൽ മതി. അന്നത്തെ ടേസ്റ്റ് വരുന്നുള്ള 100% വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതായിരിക്കും എനിക്ക് ഉറപ്പാക്കാം. നമുക്ക് തുടങ്ങാം അല്ലേ? പാത്രം എടുക്കട്ടെ കേട്ടാ. അപ്പൊ ചിക്കൻ വറുത്തിട്ടാണ് നമ്മളിത് വെക്കുന്നത്. അന്ന് ഞാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കലൊന്നും ഇല്ല ക്രിസ്റ്റീരെ വെക്കല് അല്ലേ. എന്നിട്ടും ടേസ്റ്റിന് വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അപ്പൊ ചിക്കൻ ആദ്യം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടാ. ഇപ്പൊ ഇതിലേക്ക് തന്നെ ഇടും. അതൊന്ന് മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പുരട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റണതാണ് കേട്ടാ. ഈ വെള്ളം വേണ്ടല്ലോ. ചിക്കൻ ശരിക്കും കഴുകി വാലാൻ വെക്കേണ്ടതായിരുന്നു അല്ലേ, ഒരു വരിപ്പ പാത്രത്തില്. അങ്ങനെയൊന്നുമില്ല, ഞാൻ വെക്കുന്നതിൽ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. വലിയ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ സാധനം ലാസ്റ്റ് ജാതി ടേസ്റ്റ് ആയിരിക്കും. അത് മാത്രം എനിക്കറിയാം. പക്ഷെ എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഏകദേശം 1.5 മണിക്കൂർ സമയം എടുക്കും. 1.5 മണിക്കൂർ സമയം എന്ന് പറയുമ്പോൾ അത് വലിയൊരു ടൈമാണ്. സാധാരണ എല്ലാവരും 1/2 മണിക്കൂറാണ് കൂടുതൽ എന്താ പറയാ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാറുള്ളൂ. ഇത് 1.5 മണിക്കൂറിന് എടുത്തെടുക്കും. അപ്പൊ ഇതിലേക്ക് 3 ഐറ്റംസ് ആണ് വേണ്ടത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം മതി കേട്ടാ. പറഞ്ഞോളോട്ടെ എന്തായാലും വേണമെന്ന് ഞാൻ ഇട്ടുതരാം. മഞ്ഞൾപ്പൊടി ഞാൻ ഹെൽപ്പറാട്ടാ. ഇനി ഉപ്പാണ്. ഉപ്പ സാധാരണ ഞാൻ ഇടുന്നേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇടും ഇതില്. അതെ, അപ്പൊ ഉപ്പ് കൂടില്ലേ? ഇല്ല, ഇട്ടോളൂ. കുറച്ചും കൂടി ഇട്ടോ. വെള്ളം ഒത്തിരി പോയാലും ഇത് ഭയങ്കര ഡ്രൈ ആവും. അപ്പൊ വെള്ളം വേണം? ഇല്ല, ഇത് കറക്റ്റ് തന്നെയാണ്. അപ്പൊ വല്ലാണ്ട് വാലാൻ വെക്കണ്ട. ഞാന് ടപ്പേനും പറഞ്ഞ സംഭവങ്ങൾ അവസാനിപ്പിക്കാറാണ് പതിവ്. അതുകൊണ്ട് വാല വെക്കാം, മാഗ്നേറ്റ് ചെയ്ത് വെക്കാം, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. കുറച്ച് ഉപ്പ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിക്കനിൽ ഉപ്പ് പിടിക്കും. അത് കഴിക്കുമ്പോ ഓക്കെ ആയിരിക്കും. പാകത്തിനായിരിക്കും. നമുക്ക് ഇത് തിരിച്ച് ചെയ്തെടുക്കാം. അതായത് അധിക സമയം പുരട്ടി വെക്കലൊന്നും ഇല്ലാട്ടാ. നേരെ ഇനി വറക്കാൻ പോകണം. ഇനി നമ്മൾ തിരിച്ചാ പാത്രത്തിലേക്ക് തന്നെ മാറ്റി. ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോണേട്ടാ.
മസാലപ്പൊടി ഒന്നും ഇടില്ല അല്ലേ? മസാലപ്പൊടി ഒന്നും ഇടില്ല, മഞ്ഞപ്പൊടി ഉപ്പും മുളകും മാത്രം. ഉപ്പ് സാധാരണ ഇടുന്നേക്കാളും കുറച്ച് കൂടുതൽ ഇടും. കറി വയ്ക്കുമ്പോഴൊക്കെ ഇതിലേക്ക് വേണ്ടതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ. സാധാരണ നമ്മൾ വറുക്കുമ്പോഴൊക്കെ ഇടുന്നേക്കാളും ഒരു പൊട്ടി കൂടുതൽ. ഒന്ന് കഴുകട്ടെ കേട്ടാ. തീ കത്തിക്കാം. അപ്പൊ ഒട്ടും സമയം നമ്മൾ പാഴാക്കുന്നില്ല. ഇത് പെരട്ടി വെച്ച അപ്പൊ തന്നെ പാത്രം വറക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കുക. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുക അല്ലേ? വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അത് ഡിപ്പെൻസ്. എന്ത് വേണം ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യണേ കേട്ടാ. എന്തോരം വേണമെന്ന് പറഞ്ഞോട്ടാ. കുറേശ്ശെ ഒഴിച്ചു മതി. മതി അത്ര വെളിച്ചെണ്ണ മതി. മറ്റേ വെളിച്ചെണ്ണ മതി. കാരണം നമ്മൾ വറുത്തിട്ട് അത് പിന്നെ വേറെ വെളിച്ചെണ്ണ വേറെ നമുക്ക് റീയൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മാറ്റി വെക്കാനോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ വേണ്ടോ? കുറെ ഒഴിച്ച് പിന്നെ അത് ബാക്കി വെച്ചിട്ട് പിന്നെ എന്തായാലും നമ്മളത് വേറെ ഉപയോഗിക്കില്ലല്ലോ. ആ എണ്ണ ചൂടായിട്ടുണ്ട്. ഈ മറ്റേ ലിവറൊക്കെ ഇടും? ഞാൻ എല്ലാം ഒന്നിച്ചിടും. അതെ, സാധാരണ വറുത്തിട്ട് വെക്കുമ്പോ കുറെ പീസുകളൊക്കെ മാറ്റി വെക്കും, മറ്റേ നട്ടും ബോൾട്ടൊക്കെ. കഴുത്ത് പിന്നെ ഇവിടെ എടുക്കില്ല. കഴുത്ത് ഇറച്ചി കഴുകുമ്പോ തന്നെ കാമറിക്കുക ലോറ ആരെവിടെ ഉള്ള അവർക്ക് കിട്ടും. ചേട്ടൻ്റെ കഴുത്ത് കാണുന്നത് തന്നെ അറപ്പാ. അത് വലിയ കഷ്ണാക്കുമ്പോൾ എനിക്ക് എപ്പോഴും പണി കിട്ടാറുള്ളത് ഞാൻ ഈ ഒന്നിച്ചിട്ട് ഇട്ടിട്ട് ഈ കാല് അതേപോലെ കൈയൊക്കെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഇത് ടൈം എടുക്കുമല്ലോ വേവാനായിട്ട്. അത് പെട്ടെന്ന് ഇപ്പോൾ പീസ് പീസായിട്ട് ലെയർ ആയിട്ട് പോകും. ഇപ്പൊ നമ്മള് ചിക്കൻ ബിരിയാണിക്കൊക്കെയാന്ന് വെച്ചാൽ ഫുൾ കാലൊക്കെ എടുക്കുമ്പോൾ അതേപോലെ ഫുൾ കൈ എടുക്കുമ്പോൾ അതിങ്ങനെ ലെയർ ആയിട്ട് തന്നെയാണ് പോവാറാണ് പതിവ്. ഇത് കുഞ്ഞു പീസാണല്ലോ, അപ്പൊ എല്ലാം കൂടി. അപ്പൊ ക്രിസ്റ്റീരെ ചിക്കൻ വറക്കണേനും പ്രത്യേകത കണ്ടില്ല. എല്ലാതും ഇത്തിരി വെളിച്ചെണ്ണയാണ് അടിയിൽ. ഒരു 250 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാവുള്ളൂ. അതിലേക്ക് എല്ലാ ചിക്കനും ഇട്ടു. ഇനി എന്ത് ചെയ്യും? ഞളക്കൂല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ ആയിട്ട് ഇതെല്ലാം ഇട്ടൂട്ടാ. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യാ? അങ്ങനെ ഇളക്കി ഇടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മൂടിയിടൂ? ഇല്ലില്ല. അപ്പൊ ആ സമയം നമുക്ക് ഈ സമയം കൊണ്ടാണ് ഇനി ഇതിലേക്കുള്ള സബോള ഇതൊക്കെ അരിയാൻ പോവാണ് കേട്ടാ. അപ്പൊ ഇതിലേക്ക് എന്തോരം സബോള വേണം? 1 കിലോ സബോള വേണം. 1 കിലോന്റെ അടുത്ത് സബോള എടുത്തിട്ടുണ്ട് ഇപ്പൊ. പിന്നെ തക്കാളി ഏകദേശം ഒരു 3/4 കിലോയില് മേലെ 3/4 കിലോന്റെ അടുത്ത് ഉണ്ടാവും. ഇത്രക്ക് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടാ. 5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇത്രക്ക് വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഈ 2 കഷ്ണം ഇഞ്ചിയും ഉണ്ട്. ഇത് ചതക്കാണ് ചെയ്യാ അല്ലേ? നന്നായി ചതച്ച് കല്ലിൽ ചതച്ചെടുക്കുക. അപ്പോൾ ചിലവര് മിക്സിയിൽ അടിച്ചെടുക്കും, പക്ഷെ അതിന്റെ ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോഴേ നമ്മളെ ഇങ്ങനെ ഭാര്യമാരൊക്കെ കറി വെച്ചിട്ട് ഭർത്താക്കന്മാർ ചിലപ്പോൾ അതിലേക്കുള്ള സബോള അരിഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കറിയിലേക്കുള്ള നാളികേരം ചെരുക്കി കൊടുത്തിട്ടുണ്ടാവും. ഇത് കൂട്ടാൻ എന്നിട്ട് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ ഭർത്താക്കന്മാർ പറയും ഇങ്ങനെ ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കുക, ഞാനാണ് സബോള അരിഞ്ഞു കൊടുത്തത്, അത് അതിന് ടേസ്റ്റ് കാണാണ്ടിരിക്കുക എന്നൊക്കെ പറയും. പക്ഷെ സത്യം പറഞ്ഞാൽ അത് തമാശയ്ക്ക് പറയണമെങ്കിൽ പോലും അതിലൊക്കെ കാര്യം ഉണ്ടെന്നാണ് ക്രിസ്റ്റി പറയണേ. ഈ സബോള അരിയണത് ഇങ്ങനെ അതിൽ കാര്യമുണ്ട്. ഇത് ചതച്ചാൽ വേറെ ടേസ്റ്റാണ്, ഇത് അരിഞ്ഞാൽ വേറെ ടേസ്റ്റാണ്, മിക്സിയിലിട്ട് അടിച്ചാൽ വേറെ ടേസ്റ്റ്, മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ആക്കണമെങ്കിൽ വേറെ ടേസ്റ്റാണ്. ഒക്കെ വ്യത്യാസം ഉണ്ടെന്നാ പറയണേ. ഇതിനത് അരിയട്ടെ. അപ്പൊ ഇതെല്ലാതും ആക്കിയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സമയം പിന്നെയും പോകുമ്പോൾ എന്തായാലും വറുത്ത് വരത്തിന് സമയം പിടിക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ അരിയാം. ഇതെങ്ങനെ അരിയണ്ടേന്ന് പറഞ്ഞേ? കുഞ്ഞു സാധാരണ നീളത്തില് ഇങ്ങനെ കനം കുറയ്ക്കണം, നന്നായി കനം കുറയ്ക്കണം. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുക്കണം. അപ്പൊ നന്നായി ചതച്ചെടുക്കണം. ഇത് റിന്തിന്റെ പിള്ളേരാണ് കേട്ടോ. ഇത് മമ്മു, ലല്ലു, നന്നു, ഇങ്ങനെയാണ് ഇവര് വിളിക്കുക. പേര് ശരിക്കുള്ള പറഞ്ഞ ജീവൻ, സ്റ്റിയോൺ. ഇവന്റെ പേര് ജി സ്റ്റാർ. ഇവന് 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടാ. അപ്പൊ നമ്മുടെ ജീവനൊരു പ്രത്യേകതയുണ്ട്. ജീവൻ ഇങ്ങനെ കാണുമ്പോ ജീവനില്ലാത്ത പോലെയൊക്കെ തോന്നും, പക്ഷെ ജീവന് ഭയങ്കര ജീവനാണ്. പിന്നെ അത് മാത്രല്ല, ജീവൻ പേരിടാൻ മിടുക്കനാണ്. വന്നപ്പോഴേക്ക് എനിക്കൊരു പേര് കിട്ടി. ഞാൻ പറയണില്ല, ഞാൻ പറയും രമണി. ഇവനിട്ട പേരാണ് സുഗുണൻ. ഇവൻ സ്വയം ഇവന് തന്നെ ഇട്ടേക്കണ പേരാണ് രമണൻ. ഇത് സുബ്രൻ. ഇവനിട്ട പേരെന്തിട്ടാ? അവനിട്ടിട്ടില്ല.
ചേട്ടൻ ഇട്ടാണ് പേര് സോമൻ എന്നാണ്. പിന്നെ ഇപ്പൊ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിതിൻ ഇട്ടിരിക്കുന്ന പേര് ഗോപി. ഇത് ഇന്നൊന്നിട്ട പേരല്ല, ഇവര് പണ്ടിട്ടിട്ടുള്ള പേര്. നിന്റെ അച്ഛനും അമ്മയ്ക്ക് പേരിട്ടിട്ട് കൊടുത്തിട്ടില്ലേ? അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പൊ കമന്റ്സ് എന്തായാലും വരും. അച്ഛനമ്മയ്ക്കും അച്ഛനമ്മയ്ക്കും പേരില്ല. ഇതൊന്നല്ലോ നിമിഷകവി പോലെയാണ്, പെട്ടെന്ന് ഇടും പേര്. കണ്ട ഇതുപോലെ ചതച്ചിട്ടാണ് വെച്ചാണ്. ഈ ചതച്ചതിനേക്കാളും ചതവ് കൂടിയാലും ടേസ്റ്റ് മാറും, കുറഞ്ഞാലും ടേസ്റ്റ് മാറും. ഒത്തിരി അരഞ്ഞു പോവണ്ട, അതേപോലെ കറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ക്രിസ്ത്യാനെ ചതച്ചാ മതി എന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഇത് ഇളക്കിടുക. ഇതിലിപ്പോ ഈ ചിക്കനിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയേക്കണ വെള്ളമാണ് കേട്ടോ നിറയെ. ഈ വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ ഒന്ന് ഇതിങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കും. നന്നായി വറുത്തെടുക്കും കേട്ടാ. ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇളക്കിയിടാം. സബോള ഇത്രയ്ക്ക് അധികമാണല്ലോ എടുക്കണം. അപ്പൊ ഒരു ചിക്കനിലേക്കാണ് ഇത്ര അധികം സബോള. അപ്പൊ ഞാൻ ചോദിക്കരുത് ക്രിസ്റ്റിയോട് മധുരം ഉണ്ടാവില്ലേ. സാധാരണ നമ്മള് പറയില്ലോ സബോള കൂടി കഴിഞ്ഞില്ലേ മധുരാവും കറി. അതുപോലെ തക്കാളി അതുപോലെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരാവോ പുളിയാവോ എന്നൊക്കെ എന്നോട് കുറെ പേര് ചോദിക്കാറുണ്ട്. ഇത് കൂടുതൽ മധുരിക്കോ? പക്ഷെ അന്ന് കഴിച്ചപ്പോൾ മധുരം ഉണ്ടായിരുന്നില്ല. അന്ന് കഴിച്ചപ്പോഴും ഇത്രയ്ക്ക് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വഴന്നു വരുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ ചിക്കനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി സാധനം ഉണ്ട് രണ്ടും കൂടി അരിഞ്ഞു വരുമ്പോ. പിന്നെ പറയാം അതിനെ വഴറ്റുമ്പോ നന്നായിട്ട് വഴറ്റണം. അല്ലെങ്കിൽ വഴറ്റിൽ കുറഞ്ഞ മധുരം ഉണ്ടാവും തോന്നുന്നു അല്ലേ? അത് ഞാൻ നോക്കിയിട്ടില്ല. സബോള അരിഞ്ഞപ്പോ. പിന്നെ ചേച്ചി ഞാൻ പച്ചമുളക് ഇട്ടില്ല. പച്ചമുളക് ഇതിൽ ഉപയോഗിക്കില്ല. വേപ്പിന്റെ അല്ല വേണമെങ്കിൽ മതി, യാതൊരു നിർബന്ധവും. ഞാൻ പച്ചമുളക് ഉപയോഗിക്കാത്തതിന്റെ വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി ഇടുമ്പോ പച്ചമുളക് ഇടുമ്പോൾ മുളക് പൊടി കുറവിടാൻ പറ്റുള്ളൂ. മുളക് പൊടി ഇടുമ്പോൾ നമുക്ക് ആ പൊടി വരുമ്പോൾ കുറച്ചും കൂടി കൊഴുപ്പ് വരും, കറിക്ക് കുറച്ചും കൂടി കൊഴുപ്പ് വരും. അപ്പോൾ ആ ഒരു ചാറല്ല ഗ്രേവി പോലെ ഒരു, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പച്ചമുളക് ഇപ്പൊ മാർക്കറ്റിലെ പച്ചമുളക് ഇടാണെങ്കിൽ ശരി ഇല്ല. പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറയാം. എനിക്ക് എന്തോ പച്ചമുളകിനോട് താല്പര്യമില്ല. പിന്നെ ചിക്കൻ പച്ചമുളക് മാത്രം ഇട്ട് വെക്കുന്ന സമയത്താണെങ്കിൽ മാത്രമേ ഇടാറുള്ളൂ. കാന്താരി ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോ ഞാൻ നമ്മുടെ എളുപ്പപ്പണിക്ക് ചില പരിപാടികൾ ചെയ്യുമല്ലോ. അതായത് വീട്ടിൽ മിക്കപ്പോഴും അതായത് വെറുതെ മാറ്റിക്കരുത്. ചിക്കൻ ഞാൻ ഇവിടെ നിന്നാലേ കിട്ടുള്ളൂ. മൈക്കിന്റെ അടുത്ത് നിന്നിട്ട് സംസാരിച്ചു. മമ്മൂന് എന്തോ പറയാനുണ്ട് അമ്മേരെ പാചകത്തിനെ കുറിച്ച്, പറയൂ. അമ്മയ്ക്ക് ഇപ്പൊ ചിക്കൻ എല്ലാ ദിവസവും വെക്കണമെങ്കിൽ പിശുക്കണം. ഉറുമിന്റെ എന്താ പറയാ മുട്ടയില്ല, അതേപോലെ പിശുക്കും. എന്താ ഇപ്പൊ എക്സാമ്പിള് പറയാ. അതെ, ഇതിന്റെ പകുതി ആക്കി അത്രയ്ക്കും ചെറുതാക്കുക ചിക്കന്റെ കഷ്ണങ്ങളാ. അതെ, അതെന്താ സംഭവം അറിയോ? അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ ചിക്കൻ ഇപ്പൊ ഞാൻ ചിക്കൻ വെക്കുന്നതിന് 1.5 മണിക്കൂർ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ 3, 4, 5 തരത്തിൽ ചിക്കൻ വെക്കും. അപ്പൊ ചിക്കൻ വാങ്ങിയോണ്ട് ഞാൻ ഈ 1.5 മണിക്കൂർ കഴിഞ്ഞ് ചോറ് കൊടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ കക്കാമ്പരന്റെ ഹാർട്ട്, ലിവർ, ആ പോർഷന് പിന്നെ നല്ല അകത്തിറച്ചി എടുത്തിട്ട് അവൻ പറഞ്ഞ പോലെ ഇത്രയും വലുപ്പമുള്ള ചിക്കൻ പീസസ് ആക്കും. ഇത്രയും വലുപ്പമുള്ള ചിക്കൻ പീസസ് ആക്കും. എന്നിട്ട് അതില് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല, ഇത് മാത്രം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് വെറുതെ വെളിച്ചെണ്ണയിൽ വന്ന് വഴറ്റിയെടുക്കും. അതിന് മൂടി വെച്ച് അല്ലെങ്കിൽ തുറന്നു വെച്ച് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാ. അതാണ് ഇവര് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഈ 1.5 മണിക്കൂർ സമയം എടുത്തിട്ട് എനിക്ക് പറ്റില്ല. പിന്നെ ആവശ്യത്തിന് കഴിക്കാൻ കിട്ടാറില്ലേ? അത് മതി. അപ്പൊ പിശുക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അമ്മ തരുള്ളൂ, അച്ചാറ് തരുന്ന പോലെ തരുള്ളൂ. അത് പിന്നെ കുഞ്ഞു കുഞ്ഞു പീസാവുമ്പോ നമുക്ക് പെട്ടെന്ന് കാണുമ്പോ അധികം ഉണ്ടാവില്ല, കുറച്ചല്ലേ. അത് കുറച്ച് വെക്കാറുള്ളൂ. ശരിയാണ്, എല്ലാം കൂടി ഒന്നിച്ചെടുത്ത് അങ്ങനെ വെക്കല്. ചിക്കൻ അമ്മ വെക്കണ ഏത് കറി ഏറ്റവും ഇഷ്ടം? അതെ അതെ അതെ.
അവന് പറയാൻ പോരുന്നു, ഇവനാണ് എന്റെ ഉപ്പുമുളകൊക്കെ നോക്കുന്ന ആള്. ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലപ്പുറമൊന്നുമില്ല. ടേസ്റ്റ് ചോയ്സ് ഇവനാണ്. ഞാൻ സാധാരണ ഉപ്പുമുളകോ ഒന്നും നോക്കാറില്ല. അവൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കും, മേഡം എങ്ങനെയുണ്ട്? അപ്പൊ പറയും, അമ്മ കുറച്ച് ഉപ്പിട്ടോ, അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി കുറവുണ്ട്. അത് കറക്റ്റ് ആയിരിക്കും. ഞാൻ അതേപോലെ തന്നെ ചെയ്യാറുണ്ട്. ഇപ്പോ കാറ്ററിങ്ങിന്റെ സംഭവങ്ങൾ ഓർഡർ വരുമ്പോഴും അവൻ തന്നെയാണ് പറയാറ്. അതിന്റെ കറക്റ്റാ. എനിക്കൊരു കൈ കണക്കണൊക്കെ ഞാൻ വീട്ടിലൊന്നിലും സ്പൂൺ ഉണ്ടാവില്ല. എന്റെ ഒരു ഒക്കെ അങ്ങനെയില്ല. കേക്കിന് അളവൊക്കെ കറക്റ്റ് തന്നെ വേണം. അതുണ്ട്, എങ്കിലും അത്രയും എക്സാക്ട്ലി ഒന്നല്ല ഞാൻ എടുക്കാം. അതാണ് അവൻ പറയുന്നത്. അപ്പൊ ഇവനാണ്. എത്രല്ല അമ്മ പഠിക്കണേ? 6ാം ക്ലാസ്സിലാണ് കേട്ടാ. സ്കൂളിന്റെ പേര് പറഞ്ഞേ? സെന്റ് ജോസഫ്. ആ സ്കൂളിൽ തന്നെയല്ലേ ലല്ലു? അവ എത്രല്ല ലല്ലു? 4. ഇവന് അക്കാര്യത്തില് ടേസ്റ്റ് നോക്കിയിട്ട് ഇന്നത് കുറവാണ് ഇന്നത് കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അത് കറക്റ്റാണ്. പിന്നെ അടുത്തത് എൻ്റെ ടേസ്റ്റ് നോക്കുന്ന ആള് റിൻ്റപ്പനാണ്. ഇവർ രണ്ടുപേരാണ്. ഇപ്പൊ ആളെ ഇല്ലെങ്കിൽ ഇവനുണ്ടാവല്ലോ, ആരെങ്കിലും ഒരാളുണ്ടാവും. ഇതിലേ നേരത്തെ നമ്മൾ വെള്ളമല്ല കണ്ടിരുന്നത്. ഇതിപ്പോ വെള്ളം പോയിട്ട് പതഞ്ഞു ഒടുങ്ങിയിട്ടുണ്ട്. പതയാൻ കാരണം വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ്. ഓയിലാണെങ്കിൽ പതയില്ല. അപ്പോൾ ഇതിലെ വെള്ളത്തിന്റെ കണ്ടന്റ് ഒക്കെ ഒരുവിധം പോയതുകൊണ്ടാണ്. അതിന് കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. ആക്ച്വലി ഇതായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ വേവിനേക്കാളും നെയ്യൊക്കെ ഇറങ്ങുമ്പോ ഞാൻ ഇതിനേലും കുറച്ചും കൂടിയും ഇതാക്കിയിട്ട് എടുക്കാം. കാരണം കുറച്ച് കഴിയുമ്പോൾ അതൊന്നും കൂടിയും സോഫ്റ്റിലേക്ക് വരും. അപ്പൊ കുറച്ചും കൂടി ആയിക്കോട്ടെ. കുറച്ചും കൂടി ആയിക്കോട്ടെ. ഇതേ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. എടുക്കാറായി തുടങ്ങി. തക്കാളി കണ്ടതുപോലെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞേക്കുന്നത്. ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ അതിന് വീണ്ടും അതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോ ചില സമയത്ത് സവാള എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 or 3 ആക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കും. അപ്പോ ഇതിങ്ങനെ നീളത്തിൽ വരുന്നത് വീണ്ടും അതിനൊരു 3 കട്ടായി ക്യൂബിന്റെ ഒരു 3ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചോപ്പറിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ജ്യൂസ് വേറെ ടേസ്റ്റ്. പക്ഷെ ഞാൻ മറ്റോണ അരിഞ്ഞപ്പോ എനിക്ക് എളുപ്പം വഴന്ന പോലെ തോന്നി. അതിന്റെ ചിലപ്പോൾ എന്റെ സൈക്കോളജിക്കൽ പ്രോബ്ലം ആവാം. പക്ഷെ എനിക്ക് അതിനെന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നി. പിന്നെ അത് നീളത്തിലാക്കി എളുപ്പത്തില്, അതായത് വഴന്ന് കിട്ടും. അത് എനിക്ക് ഫീൽ ചെയ്തതാണ്. പെട്ടെന്നായി അത്. പക്ഷെ ആ ഒരു ടൈമിങ്ങിനും എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള പോലെ തോന്നി. അപ്പൊ അതിന്റെ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ട്. ഞാനത് അങ്ങനെ ചെയ്യണം, എങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞു. ഒരു ഇതായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. എടുക്കാണ് കേട്ടാ. ഇതുവരെ ഈ വശത്തേക്ക് വരാതിരുന്ന ചേട്ടൻ ചിലപ്പോൾ എത്താൻ സാധ്യതയുണ്ട്. പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കഴിക്കരുതെന്ന്. കാരണം എന്താ വെച്ചാൽ ഇത് ഈ ഒരു ചിക്കനിലേക്കാണ് ഇത്ര സാധനങ്ങളാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു അളവ് തെറ്റും. അതിന് നേരത്തെ പിള്ളേരെ നമുക്ക് അവരങ്ങള് പറഞ്ഞ് അനുസരിച്ചോളും. ജഗ്ഗൊക്കെ അതൊക്കെ കേട്ടോടു കൂടി വേഗം അകത്തേക്ക് പോയി. അതാണ് സരിതേജി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, ചേട്ടനെ വരുത്താനുള്ള വിദ്യ ഞങ്ങൾ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇതിപ്പോ ചില ചിക്കൻ പീസ് നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോ ടേസ്റ്റ് കൂടും. എനിക്ക് ആ പീസുകൾ കഴിക്കാൻ അതിന് വേറൊരു ടേസ്റ്റ് ആണ്. ശരിയാണ്. അങ്ങനെ പൊടിയാണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിയാൻ സാധ്യതയുള്ള പീസുകളൊന്നും മാറ്റി വലിയ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് ഇട്ടാലും മതി. അല്ലെങ്കിൽ നമ്മളിതിപ്പോ സ്റ്റെപ്പായിട്ട് കുറേശ്ശെ വറുത്ത് കോരാണെങ്കിൽ നമുക്ക് കിട്ടും. നമ്മളിത് ഒറ്റയടിക്ക് കിട്ടും. അത് കുറെ ഒരുമിച്ചിടുന്ന കാര്യം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കല്ലേ. അതാണ് ഇങ്ങനെ പൊടിയണം. നല്ല ടേസ്റ്റ്. അത് തന്നെ. അത് ഈ ഗ്രേവി എല്ലാം ഇതാവുമ്പോഴേ ഞാൻ അങ്ങനത്തെ പീസുകളാ എടുക്കാറ്. അപ്പൊ അങ്ങനെ എടുത്തു. അപ്പൊ കണ്ട ഈ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഉള്ളൂ കേട്ടാ. സവോള നീ കുറവാണ്, കുറച്ച് ടേസ്റ്റ് കൂട്ടിക്കോ. പിന്നെ സവോള ഇടുന്നു ഒക്കെ ഒരുമിച്ച്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാവരും ഫസ്റ്റ് സവോള ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി പിന്നിട്ട്, പിന്നെ തക്കാളി ഇടാം. ഞാനിതെല്ലാം കൂടി ഒന്നിച്ചിടാം. ഇതിപ്പോ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചല്ല, എല്ലാം കൂടി ഞാനൊരു പാത്രത്തിൽ ഒന്നിച്ചിട്ട് അരിഞ്ഞിടാറ്. ഈ തക്കാളി ഒന്നിച്ചിടുന്നതിന്റെ ഒരു ഗുണം എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വറുത്ത് കോരുമ്പോൾ ഈ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല.
ഈ ഉരുളിയോ അല്ലെങ്കിൽ ഏത് പാത്രയില് അടി പിടിക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അടിയെ പിടിക്കും. ആ ഇതിപ്പോ എന്തായാലും അടിയിൽ അതിന്റെ ഒരു കണ്ടന്റ് പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ തക്കാളി ഇടുമ്പോൾ അതിന്റെ ആ ഒരു പുളിയുടെ ജ്യൂസ് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധനമൊക്കെ അങ്ങോട്ട് വിട്ട് പോയി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ രണ്ടുണ്ട് കാര്യം, ഒന്നിച്ചിരുന്നതിന് വഴന്നും കിട്ടും. വേണ്ട, അരപ്പാത്രം ഉണ്ട് കേട്ടാ. ചിക്കന്റെ ഇരട്ടിയുള്ള പോലെ തോന്നും നമുക്ക് കാണുമ്പോ. ഇത് വഴന്ന് കിട്ടണം. അതിനാണ് ഈ 1.5 മണിക്കൂർ പിടിക്കുന്നത് പറഞ്ഞത്. ഇതിനിപ്പോ ആവശ്യത്തിനുള്ള കറക്റ്റ് എണ്ണയുള്ളൂ ഇതിൽ വഴന്ന് വരാനായിട്ടുള്ളത്. ഇനി വഴന്ന് വരാൻ ഏകദേശം ഒരു 10-20 മിനിറ്റിൽ മേലെ പിടിക്കും. അതിലാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത്. ഇതിൽ പിടിച്ച് ചെയ്യുന്നവർക്ക് പറ്റിയ പണിയല്ലാട്ടോ. വഴന്ന് വന്നാലേ ഇതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതാ ഞാൻ മുൻകൂട്ടി പറഞ്ഞ സമയം ഏകദേശം 1.5 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞു. എളുപ്പപ്പണിക്ക് ഞാനതാ നേരത്തെ പറഞ്ഞു, വേഗം ചെയ്യണമെങ്കിൽ വേറെ കറികൾ. അതെ, അതിനുള്ള കറികൾ വേറെ ഉണ്ട്. പെട്ടെന്നാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല. ഇതിപ്പോ ഗ്രാൻഡായിട്ട് നമുക്ക് വല്ല വിശേഷ ദിവസങ്ങളിലെ ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിരിയാണിയിലേക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ആ ടേസ്റ്റ് മടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റിന് സ്ഥിരം വെക്കുന്ന ടേസ്റ്റിന് ഒരു വ്യത്യാസമായിട്ട് ചെയ്യാം. നല്ല കണ്ണീനിക്ക് നല്ല ഇതാണ് വരുന്നത്. അയ്യോ ഉണ്ട് എന്താണ് ഇവിടുത്തെ നിലപാട്? ഇതിലേക്ക് നോക്കണ്ട, ഇതിലേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നോക്ക് വറുത്ത് വെച്ചേക്കുന്നത്. നമ്മള് സഡൻ ആയിട്ട് വറുത്തതാണല്ലോ, ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാണ്ട്. അത് കൈമുട്ടണ്ട. ഇവളില്ല സമയത്ത് വന്നിട്ട് എനിക്കെടുത്ത് തിന്നാൻ ചേർന്നു. എങ്ങനെയുണ്ട് നോക്കാനാണ്. അങ്ങനെയുണ്ടെന്ന് നോക്കിക്കോ, ഉപ്പ് നോക്കിക്കോ. ചിക്കൻ ഉപ്പ് ഒത്തിരി മുന്നിക്ക് നിൽക്കുന്നുണ്ട്. അത് ഇനി ഇതിലേക്ക് വഴന്ന് വരുമ്പോ ഓക്കെയോ. പക്ഷെ ഇത് ഒത്തിരി കൂടുതൽ പറയാനില്ലല്ലോ. വളരെ അതില് ഇടും, കുറച്ചും കൂടി ഇടും ഇത്. കാരണം ഇതിൽ ഉപ്പ് നോക്കി കഴിഞ്ഞിട്ട് വേണം. ഇതിൽ കുറച്ച് ഞാൻ ഡാറിലേക്കാണ് കുറച്ച് കുറവാണ് ഇതിൽ പിടിച്ചേക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടയിലിടാം. അവിടെ കിടന്ന ശരിയാവില്ല. 1 കിലോ സവോള 1 കിലോ എടുത്തുണ്ടാവും. താഴെയുള്ളൂ, താഴെ കുഞ്ഞു സവോളകളല്ലായിരുന്നു. 3/4 കിലോയില് മേലെ 1 കിലോയില് താഴെ അതെടുക്കണം കേട്ടോ. അപ്പൊ ശരി, ടാറ്റാ. കൊറേ സമയം കഴിഞ്ഞിട്ട് വന്നാ മതി. ഞാൻ ആവുമ്പോ വിളിക്കാട്ടാ. കുറഞ്ഞ് ഇത്രക്കായിട്ടാ. പക്ഷെ ഇനിയും ഇതാവണം. എന്തേലും പറയണ്ട. അതെ, ഇപ്പോൾ ഇതിലിങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്താണ്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന് ഇളക്കിയിട്ടാൽ മതി കേട്ടോ. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ടാണ്. ഉരുളിയൊക്കെ ആണെങ്കിൽ ഇളക്കേണ്ടി വരും, ഇപ്പോഴും ഇളക്കേണ്ടി വരും. കുറച്ചുകൂടി ആവാണ്ട് കേട്ടോ. നമ്മളിതുവരെയ്ക്ക് ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ചിക്കൻ പീസിൽ ഒരു തരി ഉപ്പ് മുന്നേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മതി. ഉപ്പ് നേരത്തെ ഇടണമെങ്കിൽ ഇടായിരുന്നു. ഞാനപ്പോൾ ഇതിൻ്റെ അളവ് ഒന്ന് നോക്കിയിട്ടിടാന്ന് വിചാരിച്ചിട്ടാണ്. എന്തോരം ഇടണം? ഒരു കുട്ടി അതിന് മതി. ഉപ്പ് ഈ നേരത്തിന് ഇടാൻ പാടുള്ളൂന്നൊന്നുമില്ല കേട്ടോ. മുന്നേ വഴറ്റാൻ തുടങ്ങുമ്പോഴേ ഇടാം. ഏറെക്കുറെ ആയി എന്നാണ് ക്രിസ്റ്റി പറയുന്നത്. ഇത് കറിയല്ല കേട്ടോ, ഗ്രേവി. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ സെക്ഷൻ. മുളക് നല്ല എരിവുള്ള മുളകല്ലേ? അതെ, ഇട്ടു. ഒരു പകുതി അത് മതി. ഇത്രയ്ക്ക് ഇട്ടു. കാരണം ഈ മുളക് പൊടി ഭയങ്കര എരിവുള്ളതാണ്. പിന്നെ പച്ചമുളക് നമ്മൾ ഇട്ടിട്ടില്ല. ഇനി കുരുമുളക് പൊടി ഇടും? ഇല്ല. അതിട്ടു മതി. മല്ലിപ്പൊടി 2 സ്പൂൺ. ഈ സ്പൂൺ കൊണ്ട് 2 സ്പൂണാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി അത് ഞാൻ കുറച്ച് കൂടുതലിടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ
കിട്ടും. ഒന്ന്, ഒരു സ്പൂൺ കിട്ടും. 2. കുറച്ച് കൂടി തോന്നുന്നുണ്ട് സാറില്. അതെ, കൂടിയാ? സാറില്. ഇനി വേപ്പില വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് എൻ്റെ ഒരു സജഷൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതിന്റെ ഒരു ഫ്ലേവർ എല്ലാം കൂടി സിംഗിൾ. അപ്പൊ വേപ്പിന്റെ ഇല ഇടുന്നവർ, കറിവേപ്പില ഇടുന്നവർ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും അവസാനം. പക്ഷെ ഞാൻ യൂഷ്മി നമ്മളിപ്പോ പൊട്ടിച്ചിട്ടില്ല, ഇനി പൊട്ടിക്കാനായിട്ട് ഇരുട്ടല്ലേ, അപ്പൊ അങ്ങോട്ട് പോകണ്ടേന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പൊട്ടിച്ചില്ല. അത് ക്രിസ്റ്റി ആണെങ്കിൽ പറഞ്ഞു ആ പൊട്ടിച്ച് കുഴപ്പമില്ല ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ ഇടല് വളരെ ചുരുക്കമാണ്. വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ഈ ചിക്കൻ കറിയിൽ ഇടാറില്ല. ഞാൻ പുറത്തേക്ക് കൊടുക്കണേല് മാത്രമാണ് ഞാൻ അങ്ങനെ ഇടാറുള്ളൂ. അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ ചിക്കൻ അതിലിട്ട് വെച്ചു. അപ്പൊ ഇത്രയും കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ടാ, അതിൻ്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടി മാത്രം അല്ലേ. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ. ഇതില് അങ്ങനെ എണ്ണ എന്ന് പറയാനായിട്ട് ഇല്ല, ഒന്നുമില്ല. പക്ഷെ നോക്കിയേ, ഇത്രയ്ക്കധികം സബോളയും തക്കാളിക്ക് എടുത്തിട്ട് പറയാൻ മാത്രം ഗ്രേവി ഒന്നുമില്ല. അത് ഇനിയും കുറയും കുറച്ചും കൂടി. ഇതിലിപ്പോ തീരെ എണ്ണ എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നും കാണാനില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഈ ഇട്ട മസാലയൊക്കെ നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഉണ്ടെങ്കിൽ വേണ്ട. എണ്ണ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വെള്ളം, കുറച്ച് കൂടുതലായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി ചേച്ചി ഒന്ന് ഇളക്കാവോ? തരി തീ കൂട്ടി വേണ്ട വേണ്ട വേണ്ട, ചെറുതിൽ തന്നെ ഇടണം. ഒന്ന് കുഴമ്പ് പരുവത്തിലാവാൻ വേണ്ടി മാത്രം. അത് എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല. ഇപ്പം എണ്ണ കുറവായത് കൊണ്ടാണ് കേട്ടാ. 2 സ്പൂൺ വെള്ളം മതി തോന്നുന്നു അല്ലേ? ഇനി ഇത് ഇങ്ങനെ എടുക്കണം. ഇല്ല, അതിനി മൂടി വെക്കണം. മൂടി ചെറുതിയിൽ 10 മിനിറ്റ് എടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ്. അതിന്റെ ഇടയിലിടയ്ക്കൊന്ന് ഇളക്കിയിടണം. അപ്പോൾ ഇത് 10 മിനിറ്റ് സമയം ഇങ്ങനെ സിമ്മിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കിയിടണം കേട്ടോ. വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടായാണ് അല്ലേ. ഈ പച്ച ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിയിടുക, മൂടിയിടുക വീണ്ടും. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ എടുക്കാൻ തോന്നുന്നു അല്ലേ. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം സമയം നമ്മൾ സിമ്മിലിട്ടിട്ട് അടച്ചു. പക്ഷേ ഇടയ്ക്ക് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തു തുടങ്ങും. അപ്പോൾ അത് ഇങ്ങനെയായിട്ടാ കണ്ട. നമ്മൾ 8 മണിക്കാണ് തുടങ്ങിയത്. അപ്പോൾ ക്രിസ്റ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 മണിക്കൂർ വേണം ഇതാവാന്ന്. ഇപ്പം കൃത്യം സമയം 9:25. 1.5 മണിക്കൂറിന് ഒരു 5 മിനിറ്റ് കുറവ്. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഒരു പിടി ചോറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ ചോറും സാമ്പാറും പപ്പടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് കഴിച്ചു. ഇപ്പൊ പിന്നെ ഇത് ക്രിസ്റ്റി പറഞ്ഞു ചോറിന്റെ കൂടെയാണ് കഴിക്കുന്നത് പറഞ്ഞു. ഒരു പിടി ചോറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചിക്കൻ മാത്രം ടേസ്റ്റ് നോക്കിയാലും മതി. അത് ചോറ് കൂടി കഴിക്കാനല്ലേ പറഞ്ഞ. അപ്പൊ ഇരിക്കട്ടെ, അതായത് കുറച്ച് മതി. അതായത് സോമെന്ന് പറഞ്ഞ എനിക്ക് രമണി എന്ന് പറഞ്ഞിട്ടുള്ള സോമനു രമണി. ദൈവമേ ചേട്ടാ, എല്ലാവരും നമ്മളിനി അങ്ങനെ വിളിക്കുള്ളൂ. സോമന് രമണി. അയ്യോ ഭയങ്കര ചൂടാ. രമണ ചൂടുണ്ടാവും. ഇവർക്ക് കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുക. രമണൻ എന്നാണ് എന്റെ പേര് കേട്ടാ. ചോറ് എടുക്കണോ അതോ ഇപ്പൊ ചിക്കൻ മാത്രം കഴിച്ചാൽ മതി? മമ്മു പറയട്ടാ. ചൂടാണ്, ചേട്ടൻ കഴിക്കണ പോലെ പിള്ളേർക്ക് കഴിക്കാൻ പറ്റില്ല. അതെ, ഓക്കെ പറഞ്ഞു. പിന്നെ ഓക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അപ്പുറത്തേക്ക് ഇനി ഒന്നും പറയാനില്ല. ഇതെങ്ങനെ ചെയ്യണ്ടെന്ന് അറിയോ? ഇത് അല്ല പാചകം തന്നെ. ഇത് കണ്ടമാനം വലിയ ഉരുളിയിൽ ഒരു 10-100 കിലോ വെക്കുക കൃഷി. എന്നിട്ട് ആളുകൾക്ക് ഈ ചിക്കൻ ഇത്ര രൂപ വെച്ചിട്ട് കൊടുക്കാം. ചിക്കൻ മാത്രം മതി. ഞാൻ ബിരിയാണി അവിടെ ഹോട്ടലിൽ വരുമ്പോൾ ചെയ്യാറുള്ളതാണ്. ഇതിപ്പോ ഒരു ഫ്ലേവർ ഉള്ളൂ കേട്ടാ. എന്റെ വെറൈറ്റി 2 ഫ്ലേവറും കൂടി ഉണ്ട്. ഇത് കൂടാണ്ട് അത് എന്റെ ഒരു ട്രേഡ് സീക്രട്ടാ. ആ 2 ഫ്ലേവറും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. ജഗ്ഗു എങ്ങനെയുണ്ട്? ഓ, ജഗ്ഗുന് മിണ്ടാൻ പറ്റുന്നില്ല. ടേസ്റ്റ് കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല ജഗ്ഗു. അതന്നെ, ജഗ്ഗുന് വേപ്പിന്റെ എത്ര ദേഷ്യം. അപ്പൊ റിന്റൻ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടാ. റിന്റൻ ജോലിക്ക് പോയിരിക്കുകയാണ്. ചാലക്കുടിയിലാ, കാലടി ഭാഗത്താണ്. അപ്പൊ എത്താൻ ചിലപ്പോ വൈകുമായിരിക്കും അല്ലേ.
ഇന്നത്തെ ടേസ്റ്റ് എന്തിട്ടാന്ന് എനിക്ക് ഓർമ്മയില്ല. 6 മാസമൊക്കെ ഇല്ലേ. ഓഗസ്റ്റിലായിരുന്നു. ഇത് സൂപ്പർ ടേസ്റ്റ്. അന്നത്തെയും അപാര ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയോടെ നേരിട്ട് ക്രിസ്റ്റി ടേസ്റ്റ് നോക്കില്ലേ? ഞാൻ യൂഷ്വലി നോക്കാറില്ല, എനിക്ക് അങ്ങനെ നോക്കിയാലേ അറിയില്ല. എന്നാൽ നോക്ക്, സാധാരണ ഉണ്ടാക്കാൻ ടേസ്റ്റ് വന്നിട്ടുണ്ടോ നോക്കൂ. അത് ഞാനല്ലല്ലോ പറയണേ, ഇവിടെ മമ്മൂലല്ലു പിന്നെ നമ്മുടെ ടൂട്ടു. അപ്പൊ നിർത്താം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയോടെ. ഒരു സജഷൻ ഉണ്ട്, സാധാരണ ഉണ്ടാക്കണേക്കാളും കുറച്ചും കൂടി ചിക്കൻ സോഫ്റ്റ് ആയിട്ടുണ്ട്. മറ്റേ ഇതിനെല്ലാം കുറച്ചും കൂടി ഒരു ക്രിസ്പി ഹാർഡായിട്ടാണ് ഇരിക്കുക. അപ്പൊ നിർത്താം. ഞങ്ങള് ഇതിന്റെ സാധാരണയായിട്ട് ഇനി അകത്ത് പോയിരുന്ന് കഴിക്കട്ടെ, ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പൊ എല്ലാവരും ഇതുണ്ടാക്കി നോക്കാം. ഒരു ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ് ആണ്. പാചകം ചെയ്ത് നോക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ ചെയ്യണതിന് കുറവ് സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളൂ. പക്ഷെ ഇത്തിരി ഒന്ന് ക്ഷമയോടുകൂടി 1.5 മണിക്കൂർ വേണ്ടി വരുന്നുള്ളൂ. അപ്പൊ ശരി, നിർത്താം. അത് വേണ്ടിയിട്ടാണ്. നന്ദി, നമസ്കാരം.